ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ നമ്മുടെ നാട്ടിലെ വീഡിയോ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ബീച്ചിൽ പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണിത്. അപ്പോൾ ഇതിൻ്റെ വെല്ലിച്ചനാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബീച്ചിൽ പോയ ദിവസത്തിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ സ്ഥിരമായിട്ട് സാന്ദ്രയുടെ പരിപാടിയാണ് എല്ലാ വീട്ടിലും പോയി ഹാജർ പറയാമെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. ക്യാമറയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ 2 പട്ടികളുണ്ട്, അവരെയൊക്കെ പോയി കണ്ട് എല്ലാവരോടും ഒന്ന് ഹാജർ പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അവിടെ ഇവിടെയും കുറേ വ്ളോഗ്സുകളാണ്, കുറേ വീഡിയോസാണ്. അതാ നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഓരോ ഗേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ 4 വീട്ടിലേക്ക് വന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ഗേറ്റിൽ കൂടെ അങ്ങനെ പോകേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പുറത്തേക്കൊന്നും പോകാത്തൊരു ദിവസമായതുകൊണ്ട് ഞാനും ചിത്രയും കൂടിയിട്ടേ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിലായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ളത് ഇവിടേക്കും നമുക്ക് കൊണ്ടുപോകാനുള്ളതും അങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് സോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിള്ളേരൊക്കെ നല്ല കളിയാണ്. അവിടെ പപ്പുവിൻ്റെ കമ്പ്യൂട്ടറൊക്കെ തല്ലി പൊട്ടിക്കുന്ന പരിപാടികളായിരുന്നു. Okay. നമ്മളൊരു 5 കൊല്ലത്തിന് ശേഷം നാട്ടിൽ വന്നുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അതിന് മുമ്പ് വന്നപ്പോഴേ 5 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ കുറച്ചും കൂടി ചെറുതായിരുന്നല്ലോ. അപ്പോൾ സച്ചുവിനൊക്കെ 1.5 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും ചെറുതായിരുന്നു. അപ്പോൾ ഇത്രയും കൂടി വലുതായതുകൊണ്ട് അവരുടെ ആ ഒരു അവർക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ടോപ്പിക്സുകൾ കളിക്കാനായിട്ടും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് ബോറടിക്കാതെ 24 മണിക്കൂറിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംസാരിക്കും. അതുപോലൊരു ഇൻറ്റിമസി അവർക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ കാണുന്ന ചക്ക ഇങ്ങനെ അണ്ണാറക്കണം വന്ന് കഴിച്ച് തിന്നുന്നുണ്ട്. നമുക്കിതും ഈ പറഞ്ഞ പോലെ നാട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന കുറേ നേച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലേ. UK വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടച്ചു കൂട്ടി ഇരിക്കണ അവസ്ഥയാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇല്ല എന്നല്ല, പക്ഷേ ഈ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകാൻ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത് പുറത്ത് പോകാൻ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല തണുപ്പ് കാരണം. എങ്ങനെയെങ്കിലും വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കാമെന്നേ വിചാരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വൈകുന്നേരം ആയപ്പോൾ ഇവർക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് റീൽസിൻ്റെ പ്രാക്ടീസും റീൽസ് എടുക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നേ. ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അവനോട് പോയി കണ്ടു. പാതിരാത്രിയോളം ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും പാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഗാനമേളയോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.